ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും നോക്കിയാൽ लूका रचित सुसमाचार उसका दूसरा अध्याय उसके 7 और 10 आयत को अगर हम ध्यान देंगे, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സമയം സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ചേർന്ന് ഒരു ശബ്ദമുണ്ടാക്കി. जब प्रभु यीशु मसीह के जन्म के समय में जो दूतगण जो है साथ में एक शब्द कहते हैं, അവർ വന്ന് പറഞ്ഞു, സർവ്വ ലോകത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുക. कि सारे जो है संसार को सुनाने के लिए एक सुसमाचार हम आपको सुनाते हैं കർത്താവായ യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ജനിച്ചിരിക്കുന്നു. कि प्रभु यीशु मसीह नाम का एक उद्धारकर्ता का जन्म हुआ है. നിങ്ങളുടെ അടയാളം ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. और तुम जो है एक बालक को कपड़े में लिपटा हुआ चरनी में पड़ा पाओगे. എവിടെയാണ് ഇവൻ കിടക്കുന്നത്? ये कहाँ पे लेटा हुआ है? പശുത്തൊട്ടിയിലാണ് കിടക്കുന്നത്. एक चरनी में एक जो है, ഇത് നിങ്ങൾക്കൊരു അടയാളമാണ്. ये तुम्हारे लिए एक चिन्ह होगा. പശുത്തൊട്ടിയിൽ കിടക്കുന്നത് എന്തിന്റെ അടയാളം? ये गौशाला मतलब क्या है? ഇവൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു ബലിമൃഗമാകേണ്ടതിനാണ്. क्योंकि ये इस संसार में इनका जन्म जो है एक बलि, एक याग की वस्तु के लिए है. സകല ഭൂമിക്ക് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന് വേണ്ടി ഒരുവൻ ബലിയാകാൻ പോകുകയാണ്. क्योंकि सारे भूमि के उद्धार और उत्साह के लिए जो है, उल्लास के लिए जो है, एक मनुष्य जो है बलि होने वाला है. യേശു ആരായിരുന്നു എന്ന് തിരുവചനത്തിൽ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണാം. प्रभु यीशु मसीह कौन है? परमेश्वर के वचन में अनेक भागों में हम पाते हैं. യേശുവിനെ കുറിച്ച് ഒരൊറ്റ ഭാഗത്ത് മാത്രം എഴുതിയാൽ നമുക്ക് മനസ്സിലാകാൻ ഒക്കത്തില്ല, അത്രയ്ക്കും വലിയവനായിരുന്നു अगर യേശു. एक जगह लिखा होता बाइबल में तो हमें प्रभु यीशु मसीह को जानना वाकई में मुश्किल होता. എന്റെ അടുക്കൽ ഒരു വലിയ വിഷയം തന്ന ശേഷം 10 വാക്കിൽ ഇതൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ അസാധ്യം, അസംഭവ്യം. मान लीजिए एक बहुत बड़े विषय के बारे में मुझे दिया गया और सिर्फ 10 वाक्यों में उसके बारे में कहना है, ये बिल्कुल ही असंभव है, असाध्य है. ഒരു ആനയെ ഈ സ്റ്റേജിൽ നിർത്തിയേച്ച് ഇതിനെ അങ്ങോട്ടൊന്ന് മാറ്റി ഇരുത്തിയേക്കാൻ പറഞ്ഞാൽ ഞാൻ അടുത്ത പൊങ്ങുകയില്ല. एक से अगर हाथी को यहाँ स्टेज में खड़ा करते हैं और उसको हटा के दूसरी तरफ बैठाना, ये बहुत ही मुश्किल काम है. എന്റെ ശക്തി കൊണ്ട് ഒരു ആനയെ പൊക്കാൻ ഒക്കത്തില്ല. क्योंकि मैं अपनी शक्ति से एक हाथी को उठा नहीं सकता. യേശുവിനെ കുറിച്ച് 10 വാക്കുകളിൽ വിശദീകരിക്കാൻ ഒക്കത്തില്ല. और प्रभु यीशु मसीह के बारे में 10 वाक्यों में जो है उसको हम संक्षिप्त नहीं कर ഈ सकते. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യേശുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുക. ये 66 पुस्तक की किताबों की जो किताब है वो भी जो है प्रभु यीशु मसीह के बारे में पूरा नहीं कह पाती है. വിശദീകരണങ്ങളിൽ നിർവചനം കൊണ്ട് എത്തിപ്പെട്ടുവാൻ കഴിയാത്ത ഒരുവനാണ് യേശു, ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് നേരത്തെ പറഞ്ഞു. जिस प्रकार पहले के गानों में हमने प्रभु यीशु मसीह के बारे में जाना था कि वो अवर्णित है, उसके बारे में हम कम शब्दों में कहना संभव है. തന്നെ കുറിച്ചുള്ള ചുരുക്കം വിവരങ്ങൾ മാത്രം തൊടുവാൻ ആഗ്രഹിക്കുന്നു. इसलिए प्रभु यीशु मसीह के बारे में जो है कुछ कम शब्द में आपके सामने रखना चाहता हूं. ആദിയിലെ വചനമായിരുന്നതാണ്. पहला वो सबसे पहला वचन था. ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഉളവാകട്ടെ എന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു. ആ ശബ്ദം ആദിയിലെ വചനം യേശുവായിരുന്നു. सृष्टि के आरंभ में भी जो शुरू हुआ करके जो वचन है वो परमेश्वर का था. രണ്ട്, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ ദൈവമായിരുന്നു. और दूसरा कि वो वचन परमेश्वर के साथ था और वचन परमेश्वर था. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഭാഗങ്ങൾ ഉച്ചരിക്കുന്നത്. യോഹന്നാൻ रचित सुसमाचार उसके पहले अध्याय के पहले और दूसरे वाक्यों को मैं यहाँ पे उच्चारित कर रहा അവൻ हूँ. മുഖേനയും അവന് വേണ്ടിയും സകലതും ഉളവായി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. और वचन हमें यह भी सिखाता है कि उसके लिए और उससे ही जो है सभी चीज का जो है सृष्टि हुई. ആദിയിലെ വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. आदि में जो वचन था और वो वचन परमेश्वर के साथ था സകലതും അവൻ മുഖേന ഉളവായി. और सारी चीज उसी से ही उत्पन्न हुई. ഒടുവിൽ ആ വചനം ജഡമായി ഉരുത്തിരിഞ്ഞു. और आखिर में वो वचन देदारी हुआ. കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യന്റെ ഇടയിൽ പാർത്തു. अनुग्रह और सच्चाई से परिपूर्ण होकर हमारे बीच में डेरा किया. തന്റെ ജനനത്തിങ്കൽ സ്വർഗ്ഗത്തിലെ ദിവ്യദൂതന്മാർ ഇളകി ഇടയന്മാരോട് പറഞ്ഞു, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു, യേശു ജനിച്ചിരിക്കുന്നു. और उसके जन्म के समय में जो है सारे दूतगण पूरे स्वर्ग में एक साथ एक ही शब्द में यही कहते रहे कि इस संसार के लिए एक व्यक्ति का जन्म हुआ है. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറഞ്ഞു, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. यशायाह की किताब उसके 7 के 14 में हम पढ़ते हैं कि वो इमैनुएल कहलाया जाएगा. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. इमैनुएल नाम के शब्द का अर्थ यह है कि परमेश्वर हमारे साथ. നാം പോകുന്ന ഇടത്തെല്ലാം വായു നമ്മുടെ കൂടെ ഉള്ളതുപോലെ जिस प्रकार हम जहां कहीं भी जाते हैं वायु हमारे साथ रहती है. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കണം. और उसी प्रकार जो है परमेश्वर हमारे साथ है, उस शब्द को देते हैं इमैनुएल, परमेश्वर हमारे साथ. വായു ഇല്ലാത്ത ഒരിടത്ത് നമുക്ക് പോകാൻ ഒക്കത്തില്ല. ऐसे जगह नहीं जा सकते जहां पे वायु ना हो. ഞാൻ എവിടെ പോയാലും അവിടെ വായു ഉണ്ട്. मैं जहां कहीं भी जाऊं वायु वहां रहती ഞാൻ है. എവിടെ
പോയാലും ഇമ്മാനുവേൽ കൂടെയുണ്ട്. और उसी प्रकार मैं जहां कहीं भी जाऊं इम्मानुएल मेरे साथ ഞാൻ रहता है. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും തന്റെ സാന്നിധ്യത്തിലാണ്. मैं बैठता उठता और जहां कहीं भी जाता इम्मानुएल के सानिध्य में रहता है. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്, അതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു. मत्ती रचित सुसमाचार उसके 1:21 में हम पढ़ते हैं कि वो हमारे पापों से हमें छुड़ाता है, इसलिए वो यीशु कहलाएगा. ഒന്ന്, ഇവൻ ഇമ്മാനുവേലാണ്, എല്ലായിടത്തും ഉള്ളവനാണ്. पहला वो इम्मानुएल, वो हमारे साथ है, हर जगह है. രണ്ട്, അതിന്റെ ഒന്നാമത്തെ കടമ പാപത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. और दूसरा वो पापों से छुड़ाने वाला है. ലൂക്കോസിന്റെ സുവിശേഷം 1:32 താൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. लूका रचित सुसमाचार उसके 1:31 में वो कहते हैं कि वो परम प्रधान का पुत्र कहलाएगा. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. ईशा के किताब उसके 9:6 और 7 में हम यह पढ़ते हैं कि वो शांति का पुत्र, अद्भुत युक्ति करने वाला, पराक्रमी परमेश्वर कहला जाएगा. ഞാൻ ഈ ചരിത്രം ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. अब मैं यहाँ पे चरित्र छूना चाहता हूँ. വേദപുസ്തകം ആഴത്തിലിറങ്ങി പഠിക്കുമ്പോൾ जब हम गहराई में परमेश्वर के वचन को जब पढ़ते हैं, പണ്ട് മനുഷ്യന് ചിന്തിക്കാവുന്നതിനേക്കാളും മുൻപേ പാപം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി. जब पहले जब मनुष्य के बारे में हम पढ़ते हैं तब वहाँ पे पाप के बारे में भी हम पढ़ते ആ हैं. പാപത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു മാർഗം തിരഞ്ഞെടുത്തു. और उस पाप की चंगुल से मनुष्य को छुड़ाने के लिए परमेश्वर ने एक मार्ग को चुना. താൻ തന്നെ മനുഷ്യനായി ഇവിടെ അവതരിക്കുക. और वो खुद ही जो है मनुष्य होके इस भूमि पे जन्म लिया. ആ മനുഷ്യ ജനനത്തിൽ തന്റെ രക്തം പാപത്തിന് പരിഹാരമായി കൊടുക്കുക. और उसके मनुष्य के उद्धार के लिए अपने लहू को जो है उस पाप का जो है परिहार के रूप में दिया. പ്രായശ്ചിത്ത ബലിയിലൂടെ മാനവവർഗത്തെ വീണ്ടെടുക്കുക. और उस प्रायश्चित के रूप में पूरे मानव जाति को जो है छुड़ा रहा है. ഇത് സ്വർഗ്ഗത്തിൽ സ്ഥിരമായി എഴുതി വെച്ചു. और उसको जो है हमेशा हमेशा के लिए स्वर्ग में लिखा गया. സ്വർഗ്ഗത്തിലെ കൽപ്പലകകളിൽ എഴുതപ്പെട്ട 2-3 പ്രമാണങ്ങളുണ്ട്. स्वर्ग के जो है पट्टियों में लिखा हुआ 1 और 2 आज्ञाएं यह है. അതിൽ ഒന്നാമത്തേത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. पहला जो है पाप की मजदूरी वो मृत्यु है. രണ്ടാമതെഴുതി സകലരും പാപം ചെയ്തു, എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. और दूसरा जो है सभी ने प्राप्त किया और सभी ने जो है उसकी महिमा से वंचित रह गए. 3, രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ല. और बिना जो है लहू बहाए किसी का उद्धार नहीं हो सकता. ഈ നിയമങ്ങൾ പാലിക്കുന്നവനായ ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ തന്റെ പുത്രനെ അല്ലെങ്കിൽ താൻ മനുഷ്യ അവതാരമെടുത്ത് മരിക്കും എന്ന് തീരുമാനിച്ചു. और इन्हीं आज्ञाओं को जो है ध्यान में रखते हुए इस शुरू से ही परमेश्वर ने यह नियम लिया कि मैं जो हूं अपना लहू बहाऊंगा मानव जाति के उद्धार के लिए. ഒന്നാമത്തെ മനുഷ്യനായ ആദമിനെയും തന്റെ ഭാര്യ ഹൗവയെയും ദൈവം തന്റെ തൃക്കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. पर पहले जो है आदम और हव्वा जो मनुष्य को जब हम पढ़ते हैं उसको जो है अपने ही सामर्थ्य हाथों से परमेश्वर ने रचा. ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ബഹുമാനവുമാകുന്ന വസ്ത്രങ്ങൾ ദൈവം അവരെ അണിയിച്ചു. और जो परमेश्वर की महिमा का वस्त्र है उसको जो है परमेश्वर ने उस आदम और हव्वा को पहनाया. അന്ന് ഈ ആദം ഹൗവമാർ മരണമില്ലാത്തവരായിരുന്നു. उस समय जो आदम और हव्वा थे उनमें मृत्यु न था. അവർക്ക് പ്രായമാകയില്ലായിരുന്നു, മരിക്കയില്ലായിരുന്നു. उनकी आयु भी नहीं थी और वो मर भी नहीं सकते थे. ദൈവത്തോട് തുല്യരായി തേജസ് സ്ഫുരിക്കുന്നവരായി ഏദൻ എന്ന ദൈവം കൊടുത്ത തോട്ടത്തിൽ നടക്കുവാൻ ദൈവം അവരെ നിയമിച്ചു. और परमेश्वर के तुल्य समान जो है उन्होंने परमेश्वर ने उनको यह स्वतंत्रता दी थी कि पूरे आदम की वाटिका में वो चल फिर सकते हैं. ഞാൻ ആവർത്തിക്കട്ടെ, അന്ന് അവർക്ക് പ്രായമാകയില്ല. पहला कि मैं दोबारा बताता हूं कि उनकी आयु नहीं बढ़ेगी. അന്നത്തെ ശരീരത്തിൽ അവർ ഒരിക്കലും മരിക്കയില്ല. और उस समय के शरीर के अनुसार वो कभी मृत्यु का स्वाद नहीं चखेंगे. രോഗമില്ല, ദുഃഖമില്ല, ഭാരമില്ല. और उस समय ना रोग रहेगा ना दुख रहेगा ना किसी चीज की जो चिंता रहेगी. ആവശ്യത്തിന് ആഹാരപാനീയങ്ങൾ തന്റെ തോട്ടത്തിൽ നിന്ന് ഉണ്ടായി വരും. और जो उनकी जरूरत के जो है भोजन और पानी उस अदन की वाटिका से उनको मिलती है. അത് അനുഭവിച്ചുകൊണ്ട് രാജതുല്യരായി ജീവിക്കുക. और उसको जो है अनुग्रह लेते हुए वो सालों साल जो है जी सकते थे. മുടി നരയ്ക്കുകയില്ല, ജരനരകൾ ബാധിക്കയില്ല, മരിക്കയില്ല. उनके बाल ना तो कभी सफेद होंगे, उनके शरीर में ना तो कभी झुर्रियां आएंगी. ഇതായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുഭവം. और ये था परमेश्वर के अनुग्रह का चिन्ह. നിർഭാഗ്യവശാൽ ഒരു ദിവസം മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു. लेकिन जो है समय के अनुसार जो है मनुष्य जो है पाप की चंगुल में फंस गया. ആ നല്ല കാലത്ത് മനുഷ്യനോട് പറഞ്ഞിരുന്നു, പാപം ചെയ്യരുത്, പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും.
भले समय में परमेश्वर ने उनको यह आज्ञा दी थी कि तू कभी भी पाप न करना, पाप के चंगुल में न फंसना, മനുഷ്യൻ പാപം ചെയ്തു. लेकिन फिर भी मनुष्य पाप के चंगुल അന്ന് में फंस गया। യഹോവയായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. और उस समय परमेश्वर इस भूमि पे धरा पे आए വന്ന ശേഷം പറഞ്ഞു, എന്റെ പുത്രൻ നിങ്ങൾക്ക് പകരമായി മരിക്കും. और उस समय कहा कि मेरा पुत्र जो है तुम्हारे लिए एक याग की वस्तु बनेगा ആ മരണം കൊണ്ട് നിങ്ങൾക്ക് പാപമോചനം और ഉണ്ടാകും. उसके द्वारा ही तुम्हारे पापों से एक मुक्ति मिलेगी। തൽക്കാലം ഇതൊന്ന് മനസ്സിലാക്കേണ്ടതിന് ഒരാടിനെ കൊന്ന് അവർക്ക് വേണ്ടി ഏദനിൽ ദൈവം ഒരു യാഗം നടത്തി. उनको समझने के लिए उस समय जो है परमेश्वर ने एक मेमने को लेके वहां पे उनके सामने याग किया। യാഗമൃഗത്തിന്റെ രക്തം ഈ മണ്ണിൽ പതിച്ചതോടുകൂടെ അവരുടെ പാപത്തിന് തൽക്കാലത്തേക്ക് ഒരു പ്രതിസന്ധി और ഉണ്ടായി. उस याग की वस्तु का याग का जो लहू है वो भूमि पे जब गिरा तो वो एक चिन्ह बन गया उनके उद्धार के लिए। ആടിന്റെ തോല് കൊണ്ട് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി. और उस मेमने की जो है उससे जो है उनका जो है वस्त्र बनाया गया അവരെ ആക്കിയിരുന്ന തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. और जिस वाटिका में उनको रखा गया था उस वाटिका से बाहर उनको निकाल दिया അവർ गया മക്കളും കൊച്ചുമക്കളുമായി പെറ്റു പെരുകുവാൻ തുടങ്ങി. और धीरे धीरे करके उनकी जो है पीढ़ियां बढ़ने लगी, उनके बच्चे जन्म होने ദൈവം लगे। ഭാഗികമായി വിവിധമായി ആളുകൾക്ക് വ്യത്യസ്ത ആളുകൾ മുഖേന അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. और उस समय परमेश्वर जो है विभिन्न विभिन्न मार्गों और लोगों के माध्यम से परमेश्वर अपने जन से बात करता ഓരോ रहा തലമുറയെയും ദൈവം ഓർമ്മിപ്പിച്ചു, ഒരു ദിവസം ഒരു മഹായാഗം നടക്കും, അന്ന് നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടും. और उस समय जो है एक बहुत बड़े परमेश्वर ने यह याद दिलाता रहा कि एक बहुत बड़े याग के बाद ही तुम्हारा जो है उद्धार होगा രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ല. और बिना जो है लहू बहाए जो है एक उद्धार नहीं होगा। പാപമുള്ള രക്തം ചൊരിഞ്ഞതുകൊണ്ട് വിമോചനം നടക്കുകയില്ല. एक पापी के लहू बहाने से जो है कभी भी उद्धार नहीं मिलेगा। പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞ് ഒരു ദിവസം ഒരു മഹായാഗം നടക്കും. और लेकिन एक पाप रहित लहू का एक बहुत बड़ा याग एक दिन होगा। എന്നാൽ അത് സംഭവിക്കുന്നത് വരെ തൽക്കാലം യാഗങ്ങൾക്ക് വേണ്ടി ഒരു റിഹേഴ്സൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. അങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയും യാഗം കഴിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകും. लेकिन उसको पूरा होने से पहले एक रिहर्सल के रूप में जो है एक याग यानी एक पशु और पक्षियों के रूप में जो है हर समय जो है तुम्हें करना पड़ेगा। അശ്വമേധവും ഗോമേധവും മുതൽ നരമേധം വരെ മാറി മാറി കഴിച്ച് ജീവിതം ശാപമായി മനുഷ്യൻ അനുഭവിച്ചു. और जो है ऐसा एक नरक के बहुत बड़े जो है समय में भी से आने से पहले ही पर मनुष्य एक बहुत बड़े दौर से होके गुजरा। ഓരോ യാഗങ്ങൾ നടന്നതും വിളിച്ചു പറഞ്ഞു, ഒരു വലിയ യാഗം നടക്കും, ഒരു വലിയ യാഗം നടക്കും. हर एक याग का जब बलि जब चढ़ाई जाती थी उस समय यह याद दिलाया जाता था कि एक बहुत बड़ी बलि इस संसार के लिए होने वाली है। നീണ്ട സഹസ്രാബ്ദങ്ങൾ കൊണ്ട് കോടി കോടി മൃഗങ്ങൾ ബലിയാക്കപ്പെട്ടു. हजारों हजारों साल के दौरान जो है अंतराल में जो है बहुत सारे पशुओं को जो है बलि चढ़ाया ഒരു गया। ദിവസം ദൈവം തന്റെ പ്രവാചകനിലൂടെ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. लेकिन जो है एक दिन अपने भविष्यवक्ता के माध्यम से परमेश्वर ने यह कहा कि एक कुंवारी जन्म लेगी। പാപമില്ലാത്ത ഒരു രക്തം ഒഴുകേണ്ടതിന്, एक बेपाप रहित जब लहू बहने के लिए പാപമില്ലാത്ത ഒരു ജീവിതം ഈ മണ്ണിൽ തന്നെ നയിക്കേണ്ടതിന്, और एक पाप रहित जीवन इस धरा पर जीने के लिए സാധാരണ മനുഷ്യനെ പോലെയല്ല, കന്യകയിൽ നിന്ന് ജനിച്ചവനായി ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. साधारण रूप में नहीं लेकिन एक पाप रहित जीवन को दिखाने के लिए मनुष्य के रूप में परमेश्वर जो है आया। ആ ജനിക്കുന്നവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. और जो जन्म लिया वो परम प्रधान का पुत्र कहलाया गया। അധികാരം അവന്റെ തോളിലിരിക്കും. अधिकार उसके जो है बाहों पे था അവൻ ഒരുപാട് പേരുകളുണ്ട്. और उसके बहुत सारे नाम थे। താനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാകയാൽ പ്രപഞ്ചത്തിന്റെ അധികാരം അവന്റെ തോളിലിരിക്കും. और सृष्टि करता रहा वो, इसलिए उसके अधिकार उसके बाहों में थी। അവകാശമുള്ളവനെന്നും തിരുവചനം അദ്ദേഹത്തെ വിളിക്കുന്നു. अधिकार रखने वाला परमेश्वर का वचन हमें सिखाता है। ഒരു ദിവസം കർത്താവായ യേശു ഈ മണ്ണിൽ ജനിച്ചു. और इस प्रकार एक दिन जो है प्रभु यीशु मसीह हमारी इस दुनिया में जन्म लिए। രാജാധിരാജാവും കർത്താധികർത്താവുമായവൻ ഈ മണ്ണിൽ മനുഷ്യവേഷത്തിൽ അവതരിച്ചു. राजाधिराज और प्रभुओं का प्रभु होके परमेश्वर प्रभु यीशु मसीह का जन्म हमारे इस धरा पे ആ हुआ। ദിവസത്തിന്റെ ഓർമ്മയാണ് ഇന്ന് രാത്രിയിലത്തെ ക്രിസ്തുമസ്. और उस दिन की याद में ही आज संसार क्रिसमस के नाम पे बनाया जाता है। ആ ക്രിസ്തുമസ് എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. और उस क्रिसमस को मेरे जिंदगी में पूर्ण होने के लिए परमेश्वर ने मुझे कृपा दी। യേശുവിനെ കുറിച്ച് പറഞ്ഞു, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് അവസാനം ഉണ്ടാകയില്ല. और परमेश्वर के वचन में हम पढ़ते हैं कि प्रभु यीशु मसीह के अधिकार का कभी समाप्त ना होगा। മറിയ എന്ന ഒരു കന്യകയെ ദൈവം കണ്ടെടുത്തു. मरिया नाम की कुंवारी को परमेश्वर ने चुना। സ്വർഗത്തിൽ നിന്നൊരു മാലാഖ മറിയയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഒരു അമ്മയാകാൻ പോകുകയാണ്. स्वर्ग से एक स्वर्गदूत आके मरियम से इस प्रकार कहे कि तू गर्भवती होने वाली അവൾ है। അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഞാനൊരു കന്യകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? मरियम ने अचंभित होकर यह कहा कि मैं किसी पुरुष को नहीं जानती और
ये कैसे संभव होगा? ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്, ഇത് സംഭവിച്ചിരിക്കും. उसने कहा कि ये परम प्रधान की इच्छा है और वैसा ही संभव होगा ഇത് നിന്നിലൂടെയാണ് സംഭവിക്കുന്നത്. और वो तुझसे ही होगा. ആ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയുണ്ടല്ലോ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. और जो संतान तेज से जन्म लेगी वो परम प्रधान का पुत्र कहलाएगी ആധിപത്യം അവന്റെ തോളിലിരിക്കും. और अधिकार उसके बाहों पर होगा. അവൻ അത്ഭുത മന്ത്രിയായിരിക്കും. वो अद्भुत युक्ति करने वाला അവൻ पराक्रमी होगा. വീരനായ वो ദൈവമായിരിക്കും. पराक्रमी परमेश्वर അവൻ होगा. ലോകത്തിന്റെ वो രക്ഷകനായിരിക്കും. संसार का उद्धारक होगा. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടത് കൊണ്ട് അവൻ യേശു എന്ന് നീ പേർ വിളിക്കണം. इसलिए अपने जन को जो है पापों से एक मुक्ति और उद्धार देने के लिए उसका नाम यीशु रखना. ദൈവം തീരുമാനിച്ച സമയം മറിയയിൽ നിന്ന് യേശു ജനിച്ചു. और परमेश्वर की इच्छा के अनुसार वो जो समय मरियम की जिंदगी में पूरा हुआ. ദൈവം സാഹചര്യങ്ങളെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. और उस प्रकार का संदर्भ जो है उसके जीवन में होने के कारण प्रभु यीशु मसीह का जन्म एक चरनी में हुआ. എന്തിനാണ് ഇതെന്നറിയാതെ അമ്മ കൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തുമ്പോൾ और जब कुछ भी ना जानते हुए मरियम ने उस बच्चे को जब चरनी में रखा, തന്റെ പിതാവിനറിയാം ഇവനാണ് ബലിമൃഗം. लेकिन वो जो जानता था जिसने उसको इस भूमि पे बिता पिता परमेश्वर कि किस लिए उसका जन्म वहां पे हुआ. ബലിയാടുകളെ കെട്ടേണ്ടതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആട്ടുശാലയിൽ कि बलि की जो है मृगों को बांधने के लिए एक जो गौशाला वो रखी हुई थी, वहां पे उसका जन्म हुआ. സാക്ഷാൽ ബലിമൃഗമാകേണ്ട പൈതലിനെ അമ്മ കൊണ്ട് കിടത്തി. और साक्षात इस संसार के लिए जो है बलि की जो मृग था उसके रूप में प्रभु यीशु मसीह इसलिए कारण से उसको चरनी में रखा गया. സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. और स्वर्ग के दूतगण इस भूमि पे धरा पे आए. അവർ നിൽക്കുന്നതിനാലായി ഏറിയ മുഴുവനും പ്രകാശമുള്ളതായി മാറി. और जहां कहीं भी वो खड़े थे पूरा जो है जगह प्रकाशित हुआ. അവർ വിളിച്ചു പറഞ്ഞു, ഇതാ ഇന്ന് ക്രിസ്തു ജനിച്ചിരിക്കുന്നു. और वो एक साथ एक ही शब्द में कहते थे कि देखो मसीहा का जन्म हुआ. ഇനി ഞാൻ തൊടട്ടെ, എന്തിനു വേണ്ടിയാണ് യേശു ജനിച്ചത്? अब मैं बताना चाहता हूं कि क्यों प्रभु यीशु मसीह का जन्म हुआ. തീമോഥെയോസിന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പറഞ്ഞു, तिमोथियो की लिखी पहली पत्री उसके पहले अध्याय के 15वें आयत में हम पढ़ते हैं, യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ സത്യവചനമാകുന്നു. कि यह सत्य वचन जो है हर एक लोग यह सुनने पाए कि सारे पापियों के उद्धार के लिए प्रभु यीशु मसीह का जन्म हुआ है. ഒരുവനെ പാപത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? एक व्यक्ति को पाप के चंगुल से छुड़ाना या उसको मुक्ति देना, उसका अर्थ क्या है? എന്റെ മേൽ വന്നുപോയ പാപം, എന്റെ പിതാക്കന്മാർ കൊണ്ടുവന്ന പാപം, ഞാൻ ചെയ്തു വെച്ച പാപം, ഇതെല്ലാം എന്നിൽ നിന്ന് നീക്കി യേശുവിന്റെ പാപമില്ലാത്ത രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവിക കർമ്മമാണ് പാപമോചനം. पाप का यह अर्थ है कि मेरे द्वारा या मेरे पीढ़ियों पुरुषों के द्वारा और जो है किसी के द्वारा जो है मेरे अंदर जो पाप आया गया है उससे एक मुक्ति, वही है पाप से मुक्ति का अर्थ. പാപം എന്നത് ശരീരത്തിന്റെ പുറത്തുണ്ടാകുന്ന എന്തോ ഒരു പ്രത്യേകതയല്ല. पाप जो है हमारे बाहरी शरीर में दिखने वाला कुछ बड़ी चीज नहीं है. എന്റെ ശരീരത്തിന്റെ പുറത്തുണ്ടാകുന്നതായിരുന്നെങ്കിൽ കുളിച്ചാൽ പാപം മാറുമായിരുന്നു. ഇതങ്ങനെ മാറുകയില്ല. अगर मेरे शरीर बाहरी शरीर में पड़ने वाला कुछ दाग होता तो मेरे नहाने से स्नान करने से वो चला जाता. ഇതെന്റെ ഹൃദയത്തിൽ നിന്നും അകത്തു നിന്നും വരുന്നതാകയാൽ, लेकिन यह पाप जो है मेरे हृदय के अंदर से आता है. പാപം കലർന്നിരിക്കുന്നത് എന്റെ രക്തത്തിലാകയാൽ, पाप जो है मेरे लहू में मिला हुआ है. इस कारण से ഓരോരുത്തരും ജന്മനാൽ ചില സ്വഭാവങ്ങളുണ്ട്. इसलिए जन्म से ही हर एक के अंदर ആ एक स्वभाव रहता है. സ്വഭാവം സകല ജീവികൾക്കും അതിന്റെ രക്തത്തിലാണ് കലർന്നത്. इस कारण से हर एक जीव के अंदर वो स्वभाव वो गुण पाए जाते हैं. ഒരു ആടോ പശുവോ ഇവിടെ ജനിച്ചാൽ അതിന്റെ രക്തത്തിൽ പുല്ല് തിന്നുന്ന ഒരു പ്രവണതയുണ്ട്. അത് മരിക്കുന്നത് വരെ പുല്ല് തിന്നും. एक पशु का जन्म अगर होता है, अगर उसके लहू में जो है वो घास खाने की प्रवणता है, वो इसलिए वो हमेशा जो है घास ही खाएगी. ഒരു സിംഹമോ കരടിയോ ജനിച്ചാൽ പുല്ല് തിന്നത്തില്ല. അതിന്റെ രക്തത്തിൽ മാംസം ഭക്ഷിക്കുന്ന സ്വഭാവമാണ് एक ഉള്ളത്. सिंह और बालू का अगर जन्म होता है तो वो जन्म से ही जो है मांस खाने की प्रवणता उसके लहू में होने के कारण वो घास नहीं लेकिन मांस ही खाएगी. എന്റെ രക്തത്തിൽ പാപത്തിന്റെ ചിന്തയുള്ളതിനാൽ ഞാൻ പോകുന്നിടത്തൊക്കെ പാപം ചെയ്തിരിക്കും. इसलिए मेरे लहू में जो है पाप मिलने के कारण मैं जहां कहीं भी जाऊंगा पाप में ही पाप ही करते रहूंगा. എന്റെ രക്തവും സ്വഭാവവും കഴുകുവാൻ ഒരു സോപ്പിന് കഴിയുകയില്ല, ഒരു വെള്ളത്തിന് കഴിയുകയില്ല. मेरे लहू को, मेरे जो अंदर के दुर्गुणों को जो है कोई एक बाहर का सोप जो है मिटा नहीं सकता. അതിന് വിടുതൽ തരുവാൻ പാപമില്ല
പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞേ മതിയാകും. और उससे मुक्ति के लिए एक पाप रहित लहू से ही वो संभव है. ആകയാൽ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. इसलिए परमेश्वर ने अपने पुत्र को इस संसार पर भेजा. യേശു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കേണ്ടതിനാണ്. प्रभु यीशु मसीह जो है इस संसार में इसलिए आए पापियों को पाप से मुक्ति के लिए. ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെയും വിടുവിക്കേണ്ടതിനാണ് യേശു വന്നത്. आज रात को मुझे और आप सभी को जो है अपने पापों से छुड़ाने के लिए प्रभु यीशु मसीह का जन्म ഒന്ന് हुआ. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും പറഞ്ഞു യേശു വന്നത് പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനാണ്. पहले यूहन्ना की पत्री उसके 3 के 5 में हम पढ़ते हैं ഇന്ന് പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനാണ് യേശു വന്നത്. पाप से जो है पाप से हलने जाने के लिए प्रभु यीशु मसीह का जन्म हुआ है. എന്റെ വ്യക്തി ജീവിതത്തിൽ യേശു എന്റെ പാപങ്ങൾ മോചിച്ചു. मेरे व्यक्तिगत जिंदगी में परमेश्वर प्रभु यीशु मसीह ने उस पाप से मुझे छुड़ाया. അതെങ്ങനെയാണ് നടന്നത്? वो कैसे हुआ? ലക്ഷോപലക്ഷം യാഗങ്ങൾ എന്റെ പിതാക്കന്മാർ കഴിച്ചു. लाखों लाख जो है बलि मेरे पूर्वजों ने निभाई. നമുക്ക് മനുഷ്യന്റെ ചരിത്രത്തെ ഏറെക്കുറെ 5,000-6,000 വർഷത്തെ ചരിത്രം നമുക്കറിയാം. हम सब जो है मनुष्य का इतिहास लगभग 6,000 साल का इतिहास हम जानते हैं. ഈ 6,000 വർഷമായി യാഗങ്ങൾ മാറി മാറി നടന്നിട്ടും ഈ 6,000 വർഷങ്ങളായി തലമുറകൾ മാറിയിട്ടും പാപ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വന്നില്ല. പാപം ഇന്നും ജനിക്കുന്ന പൈതലിന്റെ ഉള്ളിലിരിക്കുന്നു. इस 6,000 साल से पीढ़ी जो है बलि की वस्तुओं में बलि में जो है कोई फर्क नहीं आया, लेकिन जो है हमारे पाप के स्वभाव में जो है उससे छुटकारे के लिए प्रभु यीशु मसीह आए. അതിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു വന്നത്. और उसके पाप से मुक्ति के लिए ही प्रभु यीशु मसीह इस संसार में आए. യേശു പാപമില്ലാത്ത ഒരു ജീവിതം നയിച്ചു. और प्रभु यीशु मसीह पाप रहित एक जीवन जिए. എങ്ങനെയാണ് യേശുവിന് പാപമില്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ സാധിച്ചത്? किस प्रकार प्रभु यीशु मसीह को पाप रहित जीवन जीने का यह मिला? തന്നിലൂടെ ഒഴുകുന്ന രക്തം മനുഷ്യരക്തമായിരുന്നില്ല. क्योंकि उसके भीतर बहने वाला लहू वो मनुष्य का लहू न था. തന്നിലൂടെ ഒഴുകുന്ന രക്തം ദിവ്യരക്തമായിരുന്നു. क्योंकि उसके भीतर बहने वाला लहू एक पवित्र लहू था. തന്നിലൂടെ ഒഴുകുന്ന രക്തം ദൈവരക്തമായിരുന്നു. उसके अंदर बहने वाला लहू वो परमेश्वर का लहू था. യേശു തന്റെ ദൈവത്വം തെളിയിച്ചത് പാപമില്ലാത്ത ജീവിതത്തിലാണ്. परमेश्वर ने अपने आप को सबके सामने इस प्रकार रखा कि वो परमेश्वर का पुत्र कहलाने के योग्य ठहरे. ഞാൻ ഒരു വിശുദ്ധനായി വേഷം കെട്ടുവാൻ താല്പര്യപ്പെട്ടാൽ, मैं अगर एक पवित्र होने का ढोंग आपके सामने रखूं, നാളെ ഞാൻ ഒരു ദൈവമായി വേഷം കെട്ടാൻ തീരുമാനിച്ചാൽ, मान लीजिए एक परमेश्वर होने का ढोंग मैं आपके सामने रखूं, അയ്യോ സാധ്യമല്ല, സമയം വരുമ്പോൾ ഞാൻ പാപം ചെയ്തിരിക്കും. കാര്യം ഞാൻ മനുഷ്യനാണ്, ദൈവമല്ല, വിശുദ്ധനല്ല. क्योंकि जो है मैं समय के आने के अनुसार मुझसे जो है वो पाप हो जाएगा, क्योंकि मैं मनुष्य हूं, परमेश्वर नहीं हूं. എന്നാൽ യേശു പാപമില്ലാത്ത ഒരു ജീവിതം നയിച്ചു. लेकिन प्रभु यीशु मसीह पाप रहित एक जीवन जिए. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു. അതൊരു ചെറിയ കാര്യമാണ്. अद्भुत और चिन्ह चमत्कार तो परमेश्वर ने किए, वो प्रभु यीशु मसीह ने किए, वो तो साधारण है. എനിക്കും നിങ്ങൾക്കും അത് വലിയ വലിയ കാര്യങ്ങളാണ്. आपके और मेरे लिए तो वो बड़े बड़े कार्य होंगे. യേശു പച്ചവെള്ളത്തിന്റെ മേൽ നടന്നു കാണിച്ചു. प्रभु यीशु मसीह जो है पानी के ऊपर चले. ഒരു ദിവസം യേശു സമുദ്രത്തിന്മേൽ നടന്ന ചരിത്രം ബൈബിൾ പറയുന്നു. एक बार प्रभु यीशु मसीह समुद्र के ऊपर चले. बाइबल यह हमें सिखाती है. പിറവിക്കുരുടന്റെ കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തു, ചെകിടന്റെ ചെവി ഉണ്ടാക്കി കൊടുത്തു. अंधे को आंखें दी, बहरों को जो है कान दिए. മരിച്ചു 4 ദിവസം കഴിഞ്ഞ ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു. और 4 दिन मरा हुआ मुर्दे को प्रभु यीशु मसीह ने जीवन दिया. 5 അപ്പങ്ങൾ എടുത്ത് വാഴ്ത്തി 5000 കുടുംബങ്ങൾക്കായി പകുത്തു. എല്ലാവർക്കും തിന്നു തൃപ്തിയായി. 5 रोटी को हाथ में लेकर धन्यवाद देके 5,000 को बांट दिया और सभी खा के तृप्त हुए. ഇളകി അലറുന്ന കാറ്റിനോടും കടലിനോടും ശാന്തമാകാൻ ആവശ്യപ്പെട്ടു. തന്റെ കൽപ്പനയുടെ മുമ്പിൽ ആ കാറ്റും കടലും ശാന്തമായി. और ऊंचे उठने वाले सागर और तूफान को जो है थमने की आज्ञा प्रभु यीशु मसीह ने दी और उसके बाद वो सारे थम गए. പക്ഷേ അത്ഭുതങ്ങൾ ചെയ്തവർ പലരുണ്ട്. लेकिन अद्भुत करने वाले काफी हैं. യേശുവിന്റെ വലിയ പ്രത്യേകത, लेकिन प्रभु यीशु मसीह का मुख्य ഈ അത്ഭുതങ്ങളിൽ താൻ നിന്നില്ല. താൻ പാപമില്ലാത്ത ജീവിതം നയിച്ചു. क्योंकि एक पाप रहित जीवन प्रभु यीशु मसीह जिए. തന്റെ 33-ാമത്തെ വയസ്സിൽ അവിവാഹിതനായ യേശു ജനത്തിന്റെ നടുവിൽ നിന്ന് തന്റെ ശത്രുക്കളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെ കുറിച്ച് ബോധം വരുത്തും? 33 साल इस धरा पर अविवाहित जीवन जीने के बाद प्रभु यीशु मसीह के ऊपर उंगली उठाने वाले लोगों से प्रभु यीशु मसीह प्रश्न करते हैं कि तुम में से कौन मेरे जीवन में एक दाग निकाल के देगा? തന്നിൽ നിന്നൊരു പാപം കാണിപ്പാൻ സഹപാഠികൾക്ക് തന്നോടുകൂടെ നടന്നവർക്ക് കഴിഞ്ഞില്ല. उनके साथ और उन पे उंगली उठाने वाले किसी को भी प्रभु यीशु मसीह के जीवन और में चरित्र में कोई जो है दाग नहीं निकाल യഹൂദ पाए. മതത്തിന്റെ കോടതികൾക്ക് തന്നിൽ നിന്നൊരു കുറ്റം തെളിയിപ്പാൻ കഴിഞ്ഞില്ല. और यहूदा जो है उनकी अदालत ने भी जो है उनमें से किसी ने भी उसके ऊपर कोई दाग नहीं दिखाया. ഇരുമ്പ് പല്ലുള്ള നിയമം എന്നറിയപ്പെടുന്ന റോമൻ ഗവൺമെന്റ്
ഗവൺമെന്റിന്റെ നിയമത്തിന്റെ മുമ്പിൽ യേശു നീതിമാൻ എന്ന് വെളിപ്പെട്ടു. और लोहे के दांत इस प्रकार नाम से जानने वाले रोमी साम्राज्य भी जो है उसके उसमें जो है एक पाप या एक भी गलती नहीं ढूंढ पाई. ഒരൊറ്റ ദിവസം കൊണ്ട് 5 കോടതികളുടെ മുമ്പിൽ 7 പ്രാവശ്യം യേശു വിസ്തരിക്കപ്പെട്ടു. और एक ही रात में 5 अदालत में कम से कम 7 बार जो है उसका जो वकालत किया गया. റോമൻ ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. और रोम साम्राज्य ने यह निर्धारित किया कि इसमें मैं हम कोई पाप नहीं पाते ഇവൻ हैं നീതിമാനാണ്. और यह एक धर्मी है. എങ്കിലും എന്റെയും നിങ്ങളുടെയും പാപം യേശു തന്റെ മേലെ ഏറ്റെടുത്തു. लेकिन आपका और हमारा जो है पाप प्रभु यीशु मसीह अपने कांधों पर लिया. ഒരു ബലിമൃഗമായി മാറേണ്ടതിന് और एक बलि मृग जीव के रूप में जो है वो हुआ. പശുത്തൊട്ടിയിൽ ജീവിതം ആരംഭിച്ചവൻ एक चरनी में अपने जो है जीवन का प्रारंभ किया. എന്റെ പാപം തന്റെ മേൽ ഏറ്റെടുത്തു. और हमारा आपका जो है पाप हम उसके भीतर लिया उसने. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പാപം തന്റെ മേൽ ഏറ്റെടുത്തു. यहाँ पे बैठे हुए हर एक व्यक्ति के पापों को परमेश्वर प्रभु यीशु मसीह ने जो है अपने जीवन में लिया. കാൽവരിയുടെ ക്രൂശിൽ ഒരു മൂന്നാണികളിന്മേൽ തന്റെ കൈകാലുകൾ തറയ്ക്കപ്പെട്ടവനായി യേശു തൂങ്ങി നിന്നു. और कलवरी के क्रूस में 3 कील के बीच मध्य में लटका गया वो. യേശു അവിടെ കിടന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. और प्रभु यीशु मसीह वहां पे क्रूस पे ही हमारे और आपके लिए जो है प्रार्थना പിതാവേ, की. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. कि हे पिता ये क्या कर रहे हैं ये नहीं जानते. അവസാനം യേശു മരിക്കുവാൻ പോകുകയാണ്. और आखिर में प्रभु यीशु मसीह मृत्यु को पा रहे ആ हैं. മരണസമയത്ത് യേശു ഒരു വലിയ പ്രസ്താവന വിളിച്ചു. और उस समय प्रभु यीशु मसीह ने एक बहुत बड़ा प्रस्तावना रखा നിവർത്തിയായി, कि पूर्ण हुआ. ഇനി ഒരു യാഗം ശേഷിച്ചിട്ടില്ല. अब कोई बलि बाकी न रहा. ഇനി പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രായശ്ചിത്ത ബലിയുടെ ആവശ്യമില്ല. और अब पाप के लिए कोई एक बलि और याग की अब जरूरत नहीं रही. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് യേശു പാപികളെ രക്ഷിപ്പാനായി ലോകത്തിൽ വന്നു മരിച്ചു. യേശു പാപികളെ രക്ഷിച്ചു. और जो कोई प्रभु यीशु मसीह पे विश्वास करता है उसका नाम लेता है वो अपने पापों से उद्धार और छुटकारा प्राप्त करता है. इसलिए प्रभु यीशु मसीह ने वो क्रूस का दंड सहा. ആ പാപപരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വന്നവനായ ദൈവപുത്രന്റെ ജനനരാത്രിയെയാണ് ഞാൻ നിങ്ങളും ഇന്ന് ഓർക്കുന്നത്. और उस मसीहा के उस जन्म के को जो है आज पूरा संसार क्रिसमस के रूप में आप और मैं हम सब जो है उसको मनाते हैं. എന്റെ പാപത്തിന്റെ വില യേശു കൊടുത്തു കഴിഞ്ഞതിനാൽ और क्योंकि मेरे पाप का एक बहुत बड़ा मूल्य प्रभु यीशु मसीह ने चुकाया है. ഇന്ന് രാത്രിയിൽ എനിക്കൊരു വിമോചനം വേണമെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. आज इस रात को आप जो है एक छोटा कार्य सिर्फ करें कि मेरे पापों की मृत्यु मोक्ष मुक्ति के लिए आप प्रभु यीशु मसीह को स्वीकार करें. വില കൊടുക്കേണ്ടതില്ല. एक मूल्य चुकाने की जरूरत വില नहीं യേശു है കൊടുത്തു കഴിഞ്ഞു. क्योंकि दाम प्रभु यीशु मसीह ने चुका लिया है. യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ യേശു അധികാരം തന്നു. क्योंकि प्रभु यीशु मसीह ने जो है यह अधिकार दिया है कि जो कोई भी उसको स्वीकार करता है उस पे विश्वास करता है उसको परमेश्वर की संतान बनाने का अधिकार दिया എന്റെ है. പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയെന്ന് ഉറപ്പില്ലാത്തവർ ഇന്ന് രാത്രിയിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ പറയുമോ, യേശുവേ എന്റെ പാപം ക്ഷമിക്കണം, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. अगर आपको लगता है कि आपको पापों से प्रायश्चित और छुटकारा किसी ने नहीं दिया है, यहाँ बैठे हैं और जो मुझे सुन रहे हैं हाथों को उठा के परमेश्वर का नाम प्रभु यीशु मसीह से कहिए कि आज प्रभु मैं आपको स्वीकार करता हूँ और मेरे पापों से आप छुटकारा दीजिए. ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. मैं जल्द से यहाँ समाप्त करता हूँ. എനിക്കും നിങ്ങൾക്കും ജീവിച്ച് തെളിയിക്കുവാൻ ഓരോ ആയുസ് ദൈവം ഇവിടെ തന്നിരിക്കുകയാണ്. आपको और मुझे जीवन जीने के लिए एक आयु परमेश्वर ने हमें दिया है. ഈ ദിവസങ്ങൾക്കപ്പുറം ഒരു ദിവസം സ്വർഗത്തിൽ നിന്നൊരു കാഹളം ധ്വനിക്കും. और इन दिनों में स्वर्ग से एक तुरही का शब्द आप जरूर सुनेंगे കർത്താവ് ഗംഭീരനാദത്തോടുകൂടെ തിരികെ വരും. कि प्रधान दूत के शब्द के साथ जो है प्रभु यीशु मसीह दोबारा आएंगे. തങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടപ്പെട്ടവരായി ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചവർ और अपने अपने पापों का क्षमा और प्रायश्चित क्षमा मिलने के बाद मसीह के अनुरूप चलने वाले लोग ആദിമ മനുഷ്യനായ ആദാമിനുണ്ടായിരുന്ന അനുഗ്രഹത്തിലേക്ക് തിരികെ കയറും. और पहले जो आदम हुआ था उसके आशीष में वापस जुड़ने के लिए. ഇന്നെന്റെ തല നരച്ചിരിക്കുകയാണ്. आज मेरे बाल सफेद हुए हैं. ആ കാഹളം ധ്വനിക്കുമ്പോൾ लेकिन जब वो तुरही का शब्द सुनाया जाएगा, ബൈബിൾ ഭാഷയിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ बाइबल के शब्द में हम पढ़ते हैं कि पलक झपकते ही എന്റെ നര വിട്ടുമാറും. कि मैं अपने इस सफेद से बुढ़ापे से हट जाऊंगा. മരിച്ചുപോയ ആയിരം ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുണ്ട്. और जो है मरे हुए मसीह में मरे हुए हजारों हजारों लाखों लाख लोग हैं. അവർ ഒരുമിച്ച് തിരികെ എഴുന്നേൽക്കും. वो सब जो है दोबारा जी उठेंगे. നമ്മൾ ഒരുമിച്ച് ഒരു വിളി വിളിക്കും. और हम एक साथ बादलों में ഹേ मिलेंगे. മരണമേ, നിന്റെ ജയം എവിടെ? हे मृत्यु तेरे
जय कहाँ रहा? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? हे पाताल तेरा ढंग कहाँ रहा? മരിച്ചുയർത്തവനായ യേശുവിൽ വിശ്വസിച്ചതിനാൽ ഞങ്ങൾ നിത്യജീവൻ അവകാശികളാണ്. क्योंकि मरे मृतों में से जी उठने वाले प्रभु यीशु मसीह पे विश्वास करने के कारण हम भी बादलों में पलक झपकते ही उठा लिए ഇന്ന് നമ്മെ जाएंगे। പിന്തുടരുന്ന ശാപങ്ങൾ പിന്നെ ഉണ്ടാകയില്ല. और तुम्हारे अंदर हमारे अंदर कभी श्राप न रहेगा, രോഗങ്ങൾ പിന്നെ ഉണ്ടാകയില്ല. रोग न रहेगा, മരണവും ക്ഷാമവും കാണുകയില്ല. मृत्यु और अकाल नहीं रहेगा। ദ്രവത്വം നമ്മെ വിട്ടകലും. ദ്രവത്വം ഡിക്കേ. और जो है एक पुराना जो है निर्जीव अवस्था हमसे जो है दूर हो जाएगी। ആ അനുഭവം സ്വന്തമാക്കുവാൻ ഇന്ന് രാത്രിയിൽ യേശുവുമായി ഒരു തീരുമാനമെടുക്കും. और उस अनुभव को प्राप्त करने के लिए आज रात को एक निर्णय हम और आप लेते हैं। എന്റെ 12ാമത്തെ വയസ്സിലെ തീരുമാനമെടുക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. मेरे 12 साल की उम्र में मैंने यह निर्णय लिया था। ഇന്ന് ആരംഭമായി ഇവിടെ വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज जो पहली बार यहाँ आए हैं उनके लिए मैं परमेश्वर का धन्यवाद देता നിങ്ങൾ हूँ। ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും പ്രത്യേകം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഇവിടെ വരുവാൻ നമുക്കൊരു അവസരം ലഭിച്ചു. क्योंकि आप परमेश्वर से प्रेम करते हैं और परमेश्वर आपसे प्रेम करते हैं, इसलिए आप इस जगह पे आज इकट्ठे हुए हैं। അതിമനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടു. यहाँ पे बहुत ही बेहतरीन गानों को हमने सुना ഇനിയും മനോഹരമായ സ്കിറ്റ് നമ്മൾ കാണും. और आगे भी जो है एक बहुत बेहतरीन स्किट हम देखेंगे। ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം നമുക്ക് ചെയ്യുവാൻ കഴിയും. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ അങ്ങയോടുള്ള ബന്ധത്തിൽ ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ യേശുവിനോട് പറയാം. लेकिन यहाँ पे जब आप जहाँ अपने स्थान पे जब बैठे बैठे एक कार्य कर सकते कि हे प्रभु यीशु मैं आपके समीप आना चाहता हूँ। യേശു പറഞ്ഞ അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ अगर ऐसा निर्णय कोई भी एक व्यक्ति लेता है, ക്രിസ്തു ആ വ്യക്തിയിൽ ഉരുവാകും. प्रभु यीशु मसीह उसके भीतर जन्म लेंगे। അതാണ് വ്യക്തിപരമായ ക്രിസ്തുമസ്. वही है एक व्यक्तिगत रूप में क्रिसमस। എന്റെ 12ാമത്തെ വയസ്സിൽ യേശു എന്നിൽ ജനിച്ചു. मेरे 12 साल की उम्र में प्रभु यीशु मसीह का जन्म हुआ എന്റെ ക്രിസ്തുമസ് എന്റെ 12ാം വയസ്സിലായിരുന്നു. और उस 12 साल की उम्र में मेरे भीतर जब प्रभु यीशु मसीह का जन्म हुआ ഇന്ന് मेरे लिए രാത്രിയിൽ क्रिसमस था। ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ക്രിസ്തു അവരുടെ ജീവിതത്തിലുണ്ട്. आज यहाँ पे बैठे हुए अनेकों के भीतर मसीह है, क्रिसमस है। പക്ഷേ ആ ഉറപ്പില്ലാത്തവരുണ്ടെങ്കിൽ, लेकिन आज भी उसमें उस निर्णय में अगर आप स्ट्रांग नहीं है, ऐसे कोई व्यक्ति है तो നിങ്ങൾക്കൊരു അവസരം ഇന്ന് രാത്രിയിലുണ്ട്. आपको एक और अवसर आज रात को मैं നിങ്ങളുടെ देता हूं। ജീവിതത്തിന്റെ ക്രിസ്തുമസ് ഇതാകട്ടെ. आप आज रात का क्रिसमस आज यह होने पाए। ബേഥേലിൽ വന്ന് ആരാധിക്കുവാൻ ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നു. यहाँ बेथेल कलीसिया में आके आराधना करने का एक अवसर परमेश्वर ने आपको दिया। ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും പറയുവാനുണ്ടോ എന്റെ ജീവിതത്തിൽ രക്ഷാ നിർണയമില്ല, ഞാൻ യേശുവിന്റെ വകയാണെന്ന് തീർത്ത് പറയാൻ എനിക്കൊരു ധൈര്യമില്ല? आज रात को क्या कोई ऐसा कहने वाला व्यक्ति है कि वो निर्णय मैंने अपने जीवन में अभी तक दृढ़ता के साथ नहीं लिया कि प्रभु यीशु मसीह मेरे भीतर है, मैं उसको उद्धारक के रूप में स्वीकार പക്ഷേ करता ഇന്ന് ഞാൻ हूं। ആ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നു. लेकिन आज आपको एक अवसर मिला है कि आप वो निर्णय लीजिए। അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ क्या कोई एक ऐसा व्यक्ति है? ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാൻ मैं ആഗ്രഹിക്കുന്നു. आपको यह अवसर देना चाहता हूं। എല്ലാ കണ്ണുകൾ ഒരു മിനിറ്റ് നടയട്ടെ. जब सभी आंखें बंद रहेंगी, ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അന്തരീക്ഷത്തെ പിന്നെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ തരുന്നു. मेरे पिता मेरे प्रभु इस वातावरण को आपके हाथों में समर्पित करते हैं। യേശുവുമായി ബന്ധപ്പെടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവർക്കൊരു അവസരം തുറക്കണം. अगर प्रभु यीशु मसीह से अपना जो है संबंध स्थापित करने वाले कोई भी एक व्यक्ति यहाँ पे है तो അവരെ തടയുന്ന പൈശാചിക ശക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. उसको रोकने वाली कोई भी अंधकार की शक्ति है, यीशु के नाम पे हम उसको ढांकते യേശുവിന്റെ हैं। രക്തം ഈ അന്തരീക്ഷത്തിന്റെ മേൽ കാണട്ടെ. और प्रभु यीशु मसीह के लहू को इस वातावरण पे हम छिड़कते हैं। തേജസ്സുള്ള ദൂതന്മാർ ഇവിടെ കാവലിനായി നിൽക്കട്ടെ. महिमा में दूतगण यहाँ पे उनकी सुरक्षा के लिए खड़े रहे। അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. वो यीशु मसीह के नाम से है। ഇന്ന് രാത്രിയിൽ സ്വർഗവും ഭൂമിയും സാക്ഷി നിൽക്കുമ്പോൾ आज जब स्वर्ग और भूमि गवाह बन के खड़े रहे, യേശുവുമായി ഒരു പുതിയ തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാരുണ്ട്? അങ്ങനെയുള്ളവരുടെ ഒരു കരം ഞാൻ ഒന്ന് अगर കണ്ടോട്ടെ. प्रभु यीशु मसीह के साथ अपना रिश्ता जोड़ने वाला कोई भी एक इंसान, कोई भी एक व्यक्ति है तो मैं उनके हाथों को देख सकता हूं क्या? ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്തവർ ഇന്നൊരു അനുഭവത്തിൽ വരുന്നെങ്കിൽ അവരുടെ ഒരു കരം വ്യക്തമായി ഉയർത്തുമോ? अगर अब तक ऐसा अनुभव उनके जीवन में नहीं हुआ लेकिन अब ऐसा अनुभव उनके जीवन में हो रहा है, अगर ऐसा कोई व्यक्ति है तो अपने हाथों को खड़ा करें। ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. हम उनके लिए प्रार्थना करेंगे। ആരുണ്ട് ഇന്ന് രാത്രിയിൽ യേശുവുമായി ഒരു തീരുമാനത്തിൽ വരുവാൻ? जो व्यक्ति जो अपना रिश्ता प्रभु यीशु मसीह के साथ जोड़ना चाहते हैं, ദയവായി അങ്ങനെയുള്ളവരെ ഒരു കരം വ്യക്തമായി കാണുമോ? अगर ऐसा कोई व्यक्ति है तो कृपया करके अपने हाथ को ऊंचा करें। തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയായി ഞങ്ങൾ താല്പര്യപ്പെടുന്നു. और हम आगे जो है कलीसिया एक साथ उनके लिए प्रार्थना करेंगे। ആ കയ്യിലേക്ക് ദയവായി ഒരു പേപ്പർ കൊടുക്കണമേ. അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. जिन्होंने भी हाथ उठाया है उनके हाथ में एक पर्ची मिलेगी, आप कृपया करके अपना व्यक्तिगत डिटेल्स जो है उसमें भर दें। അവിടെ ഇവിടെ 2-3 പേരുണ്ട്. ദയവായി അവരുടെ കൈകളിലേക്ക് പേപ്പർ എത്തിക്കണമേ. मैं किन्हीं हाथों को यहाँ पे देख रहा हूँ, उसके लिए उनके हाथ में पर्चियां दें।
ഇന്ന് രാത്രിയിലെ പേപ്പർ വാങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और उस पर्चियां जो मिलते हैं उसके लिए परमेश्वर का मैं धन्यवाद देता ഹേ, हूं, ബൈബിൾ പറയുന്നു നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി യേശു എഴുതുകയാണ്. क्योंकि बाइबल कहती है कि आज रात को आपका नाम जो है जीवन की पुस्तक में जो है लिखा जाएगा. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ്